ഹായ്, വെൽക്കം ബാക്ക് ടു ആത്മാ കോച്ച്. ആത്മാ കോച്ചുകളുണ്ട്. ഇന്ന് ഡ്രസ്സിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഇൻഫോർമേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഹോൾസെയിലായിട്ട് ചെയ്യാറുണ്ട്. കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, എന്നാലും ഹോൾസെയിലിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ലാസ്റ്റ് വീക്ക് ഞാൻ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാത്തിലും കൂടിയിട്ട് ഓടി ശരിക്കും പറഞ്ഞാൽ ഒരു മടുപ്പ് പോലെ ആയി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമ്മുടെ യൂണിക് ഡിസൈൻസ് അവിടെ ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കിയാലോ, എങ്ങനെയുണ്ടാവും, ക്വാളിറ്റി അറിയാൻ പറ്റും. ഞാൻ ചെയ്യുന്ന സാധനത്തിന് ഞാൻ നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. എത്ര റേറ്റ് വാങ്ങുന്നു ആ റേറ്റിനുള്ള നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ക്വാളിറ്റി തന്നെ സാധനം വേണം, ഹോൾസെയിൽ തന്നെ വേണം തന്നെ. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയാമോ, ഞങ്ങൾ കുറച്ച് പാറ്റേൺസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബ്രോഡ്വേ പോയി പർച്ചേസ് ചെയ്താൽ പോരെ, അല്ലേ? നമുക്ക് ബ്രോഡ്വേയിൽ പോയാലും ഈ പറയുന്ന റേറ്റ് ഹോൾസെയിൽ പ്രൈസ് തന്നെ നമുക്ക് കിട്ടും. അവർ കുറച്ച് പ്രീ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് ദിവസം ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണം. പോരാത്തതിന് അവർ ചെയ്ത് വെച്ചേക്കുന്ന പാറ്റേൺ എന്താണോ അതേ ഞാൻ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ മിനിമം ക്വാണ്ടിറ്റി ഉണ്ട്, ഇത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം. സ്റ്റിച്ചഡ് ആണെന്നുണ്ടെങ്കിൽ അതിനും ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട്. അത് നമുക്ക് കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വിചാരിച്ചു വേണ്ട, ആ പരിപാടി എന്തായാലും വേണ്ട. കാരണം അവർ വെച്ചേക്കുന്ന ഡിസൈൻസ് ആണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനൊരു കസ്റ്റമറുടെ സൈഡിൽ നിന്നിട്ടാണ് ചിന്തിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ ചിന്തിച്ചത്, ഞാനൊരു കസ്റ്റമർ ആണെങ്കിൽ ആ ഡിസൈൻ ഞാൻ എടുക്കുമോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അത് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ റേറ്റിൽ നല്ലൊരു വ്യത്യാസം വരും. പക്ഷേ എന്നാൽ പോലും ആ ഒരു പാറ്റേൺ, ആ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും ഇട്ട് തരാം, മാമിന് അതിന് ഇഷ്ടപ്പെടുന്ന അത് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇത്ര ക്വാണ്ടിറ്റി നിങ്ങൾ പർച്ചേസ് ചെയ്യണം, ഇത്ര രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ബ്രോഡ്വേ പോയിട്ട് എടുത്താലും പോരെ. ബ്രോഡ്വേ പോയാലും കിട്ടുമല്ലോ ഹോൾസെയിലായിട്ട്, അത് ഏത് പാറ്റേൺസ് വേണമെങ്കിലും കിട്ടും. നമ്മൾ ഈ ഒരു യൂണിറ്റ് കണ്ടതിനേക്കാളും ഇരട്ടി ഡിസൈൻസും ഇരട്ടി സാധനങ്ങളും അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അത് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്? എല്ലാവരും ആ ഒരു പാറ്റേൺസ് കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഒരുപാട് പേര് ഹാൻഡ് സ്റ്റോക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സെയിം സാധനം തന്നെ പലരും വിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സെയിൽ കുറവാണ്. ചിലർ ഈ ഗ്രൂപ്പിൽ കയറി ഇരുന്നിട്ട് ഇവിടെ 50 രൂപ കൂടുതൽ, ഓക്കെ ഞാനൊരു 10 രൂപ കുറയ്ക്കാം. അപ്പോൾ അത് കാണുന്ന റീസെല്ലർ 2 ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ അവരെന്താ പറയും, അതെവിടെ 10 രൂപ കുറവാണ്, അപ്പോൾ എനിക്ക് 10 രൂപ ലാഭം കിട്ടും എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് അത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സെയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു പല ഇതും പറയാറുണ്ട്. അപ്പോൾ ഹാൻഡ് സ്റ്റോക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേര് ഈ ഗ്രൂപ്പിൽ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, അത് ഇത്ര പീസ് അങ്ങനെ ചെയ്യണം, അതുകൊണ്ടാണ് ഇന്ന പീസാണ്, ഇന്ന രീതിയിലാണ് അത് വരിക, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായി, ഈ ഒരു ഡിസൈൻ ഈ ഒരു റേറ്റിൽ അഫോർഡ് ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അത് ആ ഒരു റേറ്റിൽ അത് ഓക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് നോർമലി വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ഡിസൈൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു ചീപ്പ് ഡിസൈൻ, അതിനാണ് അവർ ആ റേറ്റ് പറഞ്ഞത്. പക്ഷെ അത് ചെയ്യാൻ ഇപ്പോൾ ഹോൾസെയിൽ ചെയ്യുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഡിസൈൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്ന മെത്തേഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ കാരണം ലാഭത്തിന് വേണ്ടിയിട്ടാണല്ലോ ഒരു കച്ചവടം നടത്തുന്നത്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നൊക്കെയുണ്ട്. പക്ഷെ എന്നാലും പോലും ആ ഒരു ഡിസൈൻ എനിക്കെന്തോ പിടിച്ചില്ല. മെയിനായിട്ടുള്ള എൻ്റെ പ്രശ്നവും അതായിരുന്നു. പിന്നെ അവർ പറഞ്ഞ ആ ഒരു രീതികളും എനിക്കെന്തോ പിടിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എൻ്റെ ഹാൻഡ് സ്റ്റോക്ക് ചോദിച്ചു വരുന്ന റീസെല്ലേഴ്സിനും ഹാൻഡ് സ്റ്റോക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അവർ പറയുന്ന ഡിസൈനിൽ ചെയ്ത് കൊടുത്തുകൂടാ? അല്ലേ, നമ്മൾ ഈ ഡ്രസ്സ് കണ്ട് നമ്മുടെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടാവും. നമ്മൾ സ്വയം ഒരു ഫാഷൻ ഡിസൈനറായിട്ട് മാറിയിട്ടുണ്ടാവും പലരും. നമ്മുടെ മനസ്സിൽ എനിക്ക് ഇന്നൊരു ഡിസൈൻ ഇഷ്ടമാണ്, എനിക്ക് ഇങ്ങനൊരു സാധനം ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ പേരിൽ എൻ്റെ സിഗ്നേച്ചറിൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ക്ലിക്ക് ആവണം, സെയിൽ ചെയ്യണം, ഈ ഡിസൈൻ വേറെ ആരും ചെയ്തിട്ടുണ്ടാവരുത് എന്നാഗ്രഹിക്കുന്ന ആളുകളും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അതിനുള്ള ചുറ്റുപാടുണ്ടാവാറില്ല. അപ്പോൾ അതുപോലെ ഹോൾസെയിലിൽ കസ്റ്റമൈസേഷൻ ചെയ്ത് തരാൻ നമ്മളെ കൊണ്ട് പറ്റും, ഓക്കെ. പക്ഷേ മിനിമം ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ 500, 1000, 2000, 10000 പീസൊന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യണ്ട. 2 ലക്ഷം രൂപയ്ക്കും 3 ലക്ഷം രൂപയ്ക്കും 50,000 രൂപയ്ക്കും നിങ്ങൾ പർച്ചേസ് ചെയ്യണ്ട, ഓക്കെ. അപ്പോൾ അതിന് ഉള്ളൊരു സോഴ്സും കൂടെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ഇൻഡിവിജ്വലായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളത് പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ മതി. 2-3 കാര്യങ്ങളും ഞാൻ പറയാം. എൻ്റേതായിട്ടുള്ളൊരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ട്, അത് പക്ഷേ 1000, 2000 അല്ലാന്ന് മാത്രം.
സ്റ്റിച്ചിങ് നമ്മൾ ചെയ്യും, എ ലൈൻ ടോപ്പ് വിത്ത് ദുപ്പട്ട മാത്രം, ബോട്ടം ചെയ്യത്തില്ല. അൺസ്റ്റിച്ചഡിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്, കാരണം പ്രീ ബുക്കിംഗ് ഡേയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ചിങ് വരുമ്പോൾ അതും കൂടി ആകുമ്പോൾ, കാരണം അത്രയും കൂടി പീസുകൾ സ്റ്റിച്ചിങ്ങും കൂടി കഴിഞ്ഞിട്ട് വേണമല്ലോ ഡിസ്പാച്ച് ചെയ്യാനായിട്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അൺസ്റ്റിച്ചഡാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. സ്റ്റിച്ചിങ് വേണമെങ്കിലും നമ്മൾ ചെയ്ത് തരും. ഓക്കെ, മീഡിയം ടു XXL സൈസായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സ്റ്റിച്ചിങ് ആണെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം. മിനിമം ക്വാണ്ടിറ്റിക്കുള്ളിൽ നിൽക്കുന്ന കളേഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഒരു ഡിസൈനായിരിക്കും മിനിമം ക്വാണ്ടിറ്റി ചെയ്യേണ്ടത്. പല പല ഡിസൈന് ഇപ്പോൾ ഒരു 10 ഡിസൈൻ കൊണ്ടുവന്നിട്ട് 10 ഡിസൈൻ നിങ്ങൾ 10 പീസ് എടുത്താൽ മതി എന്നല്ല കേട്ടോ, ഒരു ഡിസൈനായിരിക്കും നമ്മളത് പറയാം. ഏറ്റവും അഫോർഡബിൾ, മാക്സിമം റേറ്റ് കുറയ്ക്കാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം കുറച്ചിട്ടേ നിങ്ങളുടെ അടുത്ത് ഞാൻ റേറ്റ് പറയത്തുള്ളൂ. വിത്ത് ബില്ലോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും ഉള്ളത്. എന്ന് വെച്ചുകൊണ്ട് നമ്മൾ സിംഗിൾ പീസ് കസ്റ്റമൈസേഷനും അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഹാൻഡ് സ്റ്റോക്ക് പ്രൊഡക്റ്റുകളോ ഒന്നും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഒരു സൈഡിൽ തന്നെ ഉണ്ട്. പക്ഷേ ഹോൾസെയിലിലേക്ക് നമ്മൾ കൂടുതൽ വരുവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ യൂണീക്ക് ഡിസൈൻസ് നിങ്ങളെന്നോട് പറയാം. നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് നമ്മളെക്കൊണ്ടാവുന്ന പോലെ നമ്മൾ സാധിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഞാൻ ചെയ്തു വെച്ചേക്കുന്ന പാറ്റേൺസ് നിങ്ങൾ എടുക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, നിങ്ങൾ ഏതാണോ ഡിസൈൻ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ കളറിൽ, നിങ്ങൾ പറയുന്ന കളേഴ്സിൽ, നിങ്ങൾ പറയുന്ന ഒരു ബഡ്ജറ്റ് നമുക്ക് പറയാം. അപ്പോൾ അതിലെന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമുക്ക് പേഴ്സണലി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൽ മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള, ഹാൻഡ് സ്റ്റോക്ക് ചെയ്യാൻ താല്പര്യമുള്ള റീസെല്ലേഴ്സോ ഹാൻഡ് സ്റ്റോക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമായിട്ട് നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. ഇതിൽ കസ്റ്റമറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഹാൻഡ് സ്റ്റോക്ക് വെച്ച് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിലും പേഴ്സണലി മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മളതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു തരാം. ഇതൊന്ന് നോക്കാം നമുക്ക് ചെയ്ത്. ഓക്കെ.